ഹായ് ഹായ് നമ്മുടെ നാളത്തെ മാത്സിന്റെ എക്സാമിന് ഉറപ്പായിട്ട് വരുന്ന ഒരു ചോദ്യം നമുക്ക് ചെയ്യാൻ വേണ്ടി പഠിച്ചാലോ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം കേട്ടോ. അപ്പോൾ ഈ ചോദ്യത്തിന് എങ്ങനെയാണ് ഉത്തരം ചെയ്യാനുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് നോക്കാം. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ. പിന്നെ അതുപോലെ 6ാം ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഇപ്പോൾ തന്നെ വീഡിയോ അയച്ചു കൊടുത്തു. കാരണം നാളെയാണ് എക്സാം. പോലും ഇതുപോലെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം കിട്ടാൻ കാത്തിരിക്കായിരിക്കും. നമുക്ക് എന്തായാലും ആ ചോദ്യം എന്താ നോക്കാം. ഇതാണ് ചോദ്യം. അതായത് ദി ഇൻസൈഡ് ലെങ്ത് ഓഫ് വാട്ടർ ടാങ്ക്. ഒരു വാട്ടർ ടാങ്ക് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള ലെങ്ത് 5 മീറ്റർ ആണ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുള്ളിലുള്ള വിഡ്ത്ത്, അതായത് വീതി 4 മീറ്റർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുള്ള ഹൈറ്റ് ഉയരം 3 മീറ്റർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കാണേണ്ടത് എന്താന്ന് വെച്ചാൽ വാട്ട് ഈസ് ദി ഇൻസൈഡ് കപ്പാസിറ്റി, അതിന്റെ ഉള്ളളവ് എത്രയാണ് നമ്മൾ കാണേണ്ടത്. ഉള്ളളവ് എന്ന് വെച്ചാലും വ്യാപ്തം എന്ന് വെച്ചാലും അതുപോലെ തന്നെ വോളിയം എന്ന് വെച്ചാലും ഒക്കെ സെയിം ആള് കാര്യം മാഷ് പറഞ്ഞിട്ടുണ്ട്. വോളിയം കാണാൻ എന്താ ചെയ്യാം, ലെങ്ത് എത്രയാണ് നോക്കുക, അത് ലെങ്ത് 5 മീറ്റർ ആണ്. ബ്രെഡ്ത്ത് എത്രയാണ് നോക്കുക, അത് ബ്രെഡ്ത്ത് 4 മീറ്റർ ആണ്, അല്ലെങ്കിൽ വിഡ്ത്ത് 4 മീറ്റർ ആണ്. ഹൈറ്റ് എത്ര നോക്കുക, ഉയരം എത്രയാണ്, 3 മീറ്റർ ആണ്. ഈ നീളവും വീതിയും ഉയരവും ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും മൾട്ടിപ്പിൾ ചെയ്താൽ എന്തായി നമുക്ക് കപ്പാസിറ്റി കിട്ടി, ഉള്ളളവ് വോളിയം കിട്ടി. അപ്പൊ 5ഉം 4ഉം 3ഉം മൾട്ടിപ്പിൾ ചെയ്താൽ മതി. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും നമ്മൾ ചോദിച്ചു തന്നിട്ടുണ്ട്. അത് 3 മൾട്ടിപ്പിൾ ചെയ്താൽ എന്തായി, വോളിയായി, കപ്പാസിറ്റി ആയി. സിമ്പിൾ. 5 × 4 × 3 എന്താ എത്രയും കിട്ടുക, 5 × 4 ചെയ്താൽ 20 എന്ന് കിട്ടും. 20 × 3 ചെയ്താൽ 60 എന്ന് കിട്ടും. 5 × 4 × 3 ചെയ്താൽ 60 ആണ് ഉത്തരം വരിക. 60 എന്ത്, വോളിയത്തിന്റെ കൂടെ നമ്മൾ എന്താ ചേർക്കേണ്ടതെന്ന് അറിയോ, ഒരു ക്യൂബിക് അധികം കൊടുക്കണം. നമുക്ക് തന്നിട്ടുള്ള അളവൊക്കെ എന്താ, മീറ്ററിലാണെങ്കിൽ വോളിയം നമ്മൾ പറയാം ക്യൂബിക് മീറ്ററിലാണ്. ക്യൂബിക് മീറ്റർ. അപ്പൊ തന്നിട്ടുള്ള അളവ് എന്തിലാണ് നോക്കുക, മീറ്ററിലാണ് തന്നിട്ടുള്ള എല്ലാ അളവുകളും. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റ് ഒക്കെ തന്നിട്ടുള്ള മീറ്ററിലാണ്. അപ്പൊ അത് 3 മീറ്ററിലാണ് തന്നതെന്നുണ്ടെങ്കിൽ ഒരു ക്യൂബിക് കൂടെ അധികം കൊടുത്തിട്ട് ക്യൂബിക് മീറ്ററിൽ വോളിയം പറഞ്ഞാൽ മതി. സിമ്പിൾ, സെറ്റ്. അല്ലെ, മലയാളത്തിലാണെങ്കിൽ ക്യൂബിക്കിന് പകരം ഘന എന്നാണ് കൊടുക്കേണ്ടത്. ഘനമീറ്റർ എന്നാണ് മലയാളത്തിൽ പറയാം. സെറ്റ്. അപ്പൊ ഇതിന് വോളിയം നമുക്ക് കിട്ടി. ഇനി നമ്മൾ അടുത്ത് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് എത്ര ലിറ്റർ വെള്ളം കൊള്ളും, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ വിൽ ഇറ്റ് ഹോൾഡ്. നമുക്ക് എന്ത് കിട്ടി, വോളിയം കിട്ടി, അല്ലെങ്കിൽ കപ്പാസിറ്റി കിട്ടി. കപ്പാസിറ്റി ഉള്ളളവ് കിട്ടിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്ന് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഉള്ളളവ് എത്ര നോക്കുക. ഉള്ളളവ് എത്രയാണ്, 60 ക്യൂബിക് മീറ്റർ ആണ്. അല്ലേ, ക്യൂബിക് മീറ്ററിലുള്ള അളവിന്റെ ഉള്ളിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്ന് അറിയോ. ക്യൂബിക് മീറ്ററിനെ ലിറ്ററിലോട്ട് മാറ്റാൻ സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി, ബാക്കില് 3 0 കൊടുത്താൽ മതി. ബാക്കിൽ 3 0 കൊടുത്താൽ ക്യൂബിക് മീറ്റർ എന്തായിരിക്കും, ലിറ്റർ ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അപ്പൊ 60 ക്യൂബിക് മീറ്ററിനുള്ളിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 60ന്റെ ബാക്കിൽ 3 0 കൊടുത്താൽ മതി. 60,000 ലിറ്റർ വെള്ളമാണ് ആ ടാങ്കിന്റെ ഉള്ളിൽ കൊള്ളുക. സിമ്പിൾ. അപ്പൊ ക്യൂബിക് മീറ്ററിനെ ലിറ്ററിലോട്ട് മാറ്റാൻ എന്ത് ചെയ്താൽ മതി, ബാക്കിൽ 3 0 കൊടുത്താൽ മതി എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക. അപ്പൊ ഇത് ക്യൂബിക് സെന്റിമീറ്റർ ആണെങ്കിലോ അതിന് വേറെ രൂപമാണ്. ക്യൂബിക് സെന്റിമീറ്റർ ആണെങ്കിൽ ലിറ്ററിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് 3 0 കൊടുക്കലല്ല. ക്യൂബിക് മീറ്ററിനാണ് ബാക്കിൽ 3 0 കൊടുത്താൽ ലിറ്ററിലോട്ട് മാറ്റാൻ വേണ്ടി കഴിയുക. അപ്പൊ ക്യൂബിക് സെന്റിമീറ്ററിന് എന്താണ്. അതുപോലെ തന്നെ പല കൺഫ്യൂഷൻസ് ഇതിന്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇവിടെ തന്നിട്ടുള്ള എല്ലാ അളവും മീറ്ററിൽ ആയതുകൊണ്ടാണ് നമ്മൾ വോളിയം ക്യൂബിക് മീറ്ററിൽ പറഞ്ഞത്. ഇനി ഒരളവ് മീറ്ററിലും മറ്റേ അളവ് മീറ്ററിലും വേറൊരാൾ സെന്റിമീറ്ററിലും തന്നാലോ, അപ്പൊ വോളിയത്തിന്റെ കൂടെ എന്താ ചേർക്കുക, അപ്പൊ വോളിയം കാണാൻ വേണ്ടി കഴിയില്ല. തന്നിട്ടുള്ള 2 അളവ് മീറ്ററും 1 സെന്റിമീറ്റർ ആണെങ്കിൽ ആ സെന്റിമീറ്റർ ഉള്ളതിന് മീറ്ററിലോട്ട് മാറ്റണം. 3 മീറ്ററിലായാലും നമുക്ക് വോളിയം കാണാൻ വേണ്ടി കഴിയുള്ളൂ. അല്ലെങ്കിൽ 3 സെന്റിമീറ്ററിലാവണം. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒരേ അളവായാലും വോളിയം കാണാൻ കഴിയുള്ളൂ. ഒന്നുകിൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും മീറ്ററിലാവണം, അല്ലെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും സെന്റിമീറ്ററിലായിരിക്കണം. 3ഉം ഒരേ അളവിലാവാൻ പാടുള്ളൂ. ആ കാര്യം കൂടി വെറുതെ ഒന്ന് മാഷ് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ പാഠത്തിന് ചോദ്യം വരിക. ഇപ്പൊ മാഷ് പറഞ്ഞിട്ടുള്ള ക്യൂബിക് സെന്റിമീറ്റർ ലിറ്ററിലോട്ട് എങ്ങനെ മാറ്റാം, അത് നമുക്ക് അറിയാത്ത കാര്യമാണ്. ഈ കാര്യങ്ങൾ മുഴുവൻ മാഷ് കഴിഞ്ഞ ദിവസം ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്ന് വൈകുന്നേരമുള്ള ലൈവിൽ എല്ലാ കാര്യം മുഴുവൻ സെറ്റാക്കി പഠിക്കേണ്ടതാണ്. എല്ലാ ചോദ്യത്തിനും ഉത്തരം ചെയ്യുന്ന രൂപം മുഴുവൻ നമുക്ക് ഇന്ന് വൈകുന്നേരം പഠിക്കേണ്ട കേട്ടോ. അപ്പോൾ ഓരോ ചോദ്യത്തിനും ഉത്തരം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ഉത്തരം കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്നും ഈ കാര്യങ്ങൾ മുഴുവൻ ഇന്ന് വൈകുന്നേരം 7:30 ലൈവ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഫുൾ മാർക്ക് നമുക്ക് ഇന്നത്തെ ആ ഒരൊറ്റ ലൈവിൽ സെറ്റ് ആക്കാനും കഴിയും. നമുക്ക് എന്തായാലും ഇന്ന് വൈകുന്നേരമുള്ള ലൈവിൽ കാണാം. ബൈ ബൈ.